പേടി മാറ്റി വായിച്ചെടുക്ക കൊടുക്ക ഇല്ല പേടിക്കണ്ട കൊടുത്തോ പേടിക്കണ്ട കൊടുത്തോ കിട്ടി ജീവൻ കിട്ടി ആ അല്ല എനിക്ക് പേടിയില്ലല്ലോ, എനിക്ക് കേറാനുള്ള ബലമില്ല. ഓ സെറ്റ് അമ്മച്ചി എങ്ങനെയുണ്ട്? നിനക്ക് പേടിയുണ്ട്? ഹലോ, വെൽക്കം ടു നിശാന്ത് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിത് ഫാം സ്റ്റൈലിൽ നിന്നൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം പാലായിൽ എത്തിയിട്ടുണ്ട്. ദർശനയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം നമ്മൾ ആ ഒരു കേക്ക് മുറിച്ച് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടി ഇവിടെ പാലാ ബേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ ഇറങ്ങിയേക്കണം അവർ. അപ്പം ദർശനയൊക്കെ വേറെ വണ്ടിയിടത്ത അവർ ഓൾറെഡി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ആനയുടെ അടുത്തേക്ക് എത്തി. നമ്മളിതേ പുറകിലൊന്ന് പതുക്കെ സ്ലോ ചെയ്ത് വന്നേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കേക്ക് മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അന്തസ്സിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാരും ബ്ലാക്ക് അല്ലോ, ഞാനും ബ്ലാക്ക്, എല്ലാരും ബ്ലാക്ക്. ആനക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് വെക്കാൻ തൽക്കാലം, പിന്നെ എടുക്കാം. ഇവിടെ വെച്ചാ ആനക്കുള്ള ഫുഡൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. തണ്ണിമത്തങ്ങയും പഴവും ഒക്കെ നമുക്ക് ആന വന്നു കഴിഞ്ഞിട്ട് എടുക്കാം. ഒരാൾ ഓൾറെഡി അകത്ത് കയറി സ്ഥാനം പിടിച്ചു. നീ ആദ്യമായിട്ടാണോ അവനെ? ആദ്യമായിട്ടല്ലേ? ബാ അകത്തേക്ക്. അതന്നെ സ്വന്തം വീടാക്കി മാറ്റിയതല്ലേ. നമ്മളവിടെ ചെല്ലണം, അത് നമ്മുടെ സ്വന്തം വീടാക്കും. അതാണ് നമ്മുടെ സ്റ്റൈൽ. വരൂ. എല്ലാവരും കറപ്പാ, കാപ്പും കറപ്പാന്ന് പറഞ്ഞോട്ടോ അല്ലേ? യെസ് അതെ, എല്ലാം പറഞ്ഞു ജയിച്ചതാ. ഇവിടെ ഒരു ആളെ കൊണ്ട്, അറിയാവുന്ന ഒരു ടീമിനെ കൊണ്ട്. അതെ. ഹലോ ഗേൾസ്, ഹായ്. ബ്രഹ്മാത്തിനെ വീണ്ടും കണ്ടിരിക്കുന്നു. ദർശനക്ക് പേടിയാണ്. നിനക്ക് പേടിയുണ്ട്? പേടിക്ക്. വേറെ പറയില്ല. കാപ്പ് പോണോ? അല്ലേ, കാപ്പാണ് എന്റെ ബ്ലോഗിന്റെ ഐശ്വര്യം അല്ലേ? എടാ പറ, നീ നിന്റെ കൂടെയുള്ള എല്ലാ ബ്ലോഗുകളും ഹിറ്റാ. മലേഷ്യക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നു. നിങ്ങള് മലേഷ്യ പോകണം. മലേഷ്യക്ക് പോലെ സിംഗപ്പൂരും പോകുന്നില്ല. അന്തർഷൻ വിടുന്നില്ലേ അല്ലെ? ഞങ്ങളെ മുതലാളി ചീത്തയാക്കാൻ സമ്മതിക്കില്ല. ഇപ്രാവശ്യം ഞാനാ പോണത്. ഞാനും ഒന്ന് കണ്ടിട്ട് വരുന്നത്, ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ കരയൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ. പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഗുഡ് ബോയ്. $20,000 ഫസ്റ്റ് 3,000 കിടക്കി കഴിഞ്ഞു. 3,000 കിടക്കി കഴിഞ്ഞു.
വലിയ ഗവേല് പഞ്ചായത്ത് കൊടുത്തല്ലോ ക്യാമറയുടെ സ്റ്റാൻഡേർഡ് എടുത്തേക്ക് പിടിച്ചോ പിടിച്ചോ പേടി മാറ്റാൻ പറ്റ പാട് ഇവിടെ വാ കുറച്ച് ബിസ്ക്കറ്റും തണ്ണിമത്തങ്ങയൊക്കെ അവിടെ കിടന്ന് തൊലിയൊക്കെ കട്ട് ചെയ്ത് തൊലി കട്ട് ചെയ്ത് കണ്ടിരിക്കണം അവിടെ. അതെന്താ ചേട്ടൻ കൊടുക്കണേ? ചേട്ടൻ എന്താ കൊടുക്കണം? ഹായ്. യോ എന്തെങ്കിലും ഒന്നുമില്ല തരാട്ടോ. എന്തെങ്കിലും കൊടുത്തേ. ബിസ്ക്കറ്റ് വായന്റെ ഉള്ളിൽ കൊടുക്കണോ? ആ കൊടുത്തോ. അല്ല ബിസ്ക്കറ്റ് കൊടുക്കാൻ കൊണ്ട് മൊത്തം കൊടുത്ത് തീർത്തേക്കില്ലട്ടോ. അടുത്തോട്ട് ഇങ്ങോട്ടാ കൊടുക്ക കൊടുക്ക പ്ലീസ് കൊടുക്ക. കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ചുമ്മാ അദ്ദേഹം കൊടുത്താ മതി. ഇല്ല കുഴപ്പമില്ല. കൊടുക്ക കൊടുക്ക കൊടുക്ക. പേടി മാറ്റിട്ട് വായി വെച്ചെടുക്ക. വായി വെച്ചെടുക്ക. കൊടുക്ക കൊടുക്ക. ഇല്ല പേടിക്കണ്ട. കൊടുത്തോ. പേടിക്കണ്ട. കൊടുത്തോ. അയ്യോ അങ്ങനെയല്ല. ഇങ്ങനെ എടുക്കുക. ആ നാക്കിന്റെ മുകളിലായിട്ട്. അതൊന്നും ചെയ്യില്ല. മേളി വെച്ചോളൂ. കിട്ടുന്നില്ല വായ. ചേട്ടൻ വെച്ചു കൊടുക്ക. ചേട്ടൻ അവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്നു. പക്ഷെ അവിടേക്ക് എനിക്ക് എത്തുന്നില്ല. ഓ ദൂരെ നിന്ന് ഓരോന്നോ കൊടുത്ത്. അത് വേണ്ട. വെക്കോ. അതെ വായി വെച്ചു കൊടുത്ത്. വായി വെച്ചെടുക്ക. വായി വെച്ചെടുക്ക. വാ വാ വായി വെച്ചെടുക്ക. അപ്പുറത്ത് പോയി വായി വെച്ചു കൊടുക്ക. കൊടുക്ക കൊടുക്ക. ഒന്നരം കൊടുത്തോ. എടുക്കണ്ട എടുക്കണ്ട. എക്സ്പീരിയൻസ് ആണ്. കൊടുക്ക കൊടുക്ക. ആ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തു. അതെ ഞാൻ പറഞ്ഞ ഭഗവാനെ ദർശനം കണ്ടോ. എടാ ഇവിടെ അന്തോഷ ഇവിടെ ഉള്ള ഏറ്റവും വേണ്ടി ദർശനിക്കാം. ദർശനം നോക്കിയേ. ദർശനയുടെ എക്സ്പ്രഷൻ കണ്ടോ. ദർശനയുടെ എക്സ്പ്രഷൻ വെയിറ്റ്. ഇതെന്നെ കരയുവാണോ. അയ്യോ അത്രയുള്ളൂ. ഓട്ടാണ് കണ്ടപ്പോഴേ. കല്യാണം വണ്ടർഫുൾ. ഒന്ന് തട്ടി
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുറെ നാളത്തെ ആഗ്രഹം അങ്ങനെ സഫലമായിരുന്നല്ലേ? അതെ അതെ. എവിടെ ഒരാൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. വെളി കയറാൻ പോവാ. നമുക്ക് ഇവരെ വേളി കയറ്റണം. ഒരാളെങ്കിലും നിലത്ത് വീഴ്ത്തണം എന്റെ കണ്ടന്റിന് വേണ്ടി. എന്നാ എന്തോ അപവാദം പറയണോ? അയ്യോ മലേഷ്യ ഇത് ഇവിടെ ഒരാളുടെ ഒക്കെ തോന്നി. അവനെ കൈക്കലാക്കിയോ? എന്നാണോ നീ എന്നാ ആനക്ക് പഴം കൊടുത്തോ? ആനപ്പുറത്ത് വരണ്ടോ അധികം? അതെ കയറും. നീ അടുത്ത ആ പേടിയൊക്കെ അങ്ങ് മാറിയില്ലേ? എനിക്ക് പേടിയില്ല. അവിടെ ഇപ്പൊ പേടി ഒട്ടും ഇല്ലെന്ന് പറഞ്ഞ ആളാ. കേൾക്കണു അത് മതി. എന്തായാലും അത് പറ്റില്ല. ഇപ്പൊ കാണിച്ചില്ല. ശരിക്കും തരാം. ആഹാ നമ്മള് പിന്നെ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എത്ര ദൈവത്തെ വിളിച്ചു? പിന്നെ തുമ്പിക്കാനെങ്കിൽ ഇതിന്റെ പ്രതിമയാണോ? ആ അതെ കണ്ടോ? ഗൗരി 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 എടുക്ക. ഒന്നുമില്ല. അയ്യോ എന്റെ ശിവനെ കിട്ടിയോടാ? അയ്യോ മറ്റേ വേറെ കിട്ടിയോ ഫോട്ടോ? ഒരു ഫോട്ടോ ഉണ്ട് കോമഡി സാധനം. മറ്റേ ദർശന അടുത്ത ആള്. ആ ഫോട്ടോ എടുക്കണ്ടല്ലോ അല്ലേ? കിച്ചന് പേടിയൊന്നുമില്ലേ? ഇതൊക്കെ എന്താന്നേ കിച്ച് ഇത് ആനയാണോ? അയ്യേ ഇതൊക്കെ ഇത്രേ ഉള്ളു ആന. സൂപ്പർ. അടുത്ത തമിഴ് മന്നനാ. കൊമ്പില് പിടിക്ക്. രണ്ടേയും കൊണ്ട് കൊമ്പിൽ പിടിക്ക്. ആ ഇതിപ്പോ കൊമ്പ് ഊരി എടുക്കൂല്ലോ. എന്തെന്ന് കട്ട് നന്നായിട്ട് ചിരിക്കൂ. ആ ചിരി അങ്ങ് മനസ്സിൽ നിന്ന് വരുന്നില്ല. മനസ്സിൽ നിന്ന് അങ്ങ് ചിരി വരുന്നില്ലോ. കണ്ടോ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണു. ശരിയല്ല. ഓ നോ. അച്ചു എന്നാടാ നിന്നെ സ്നേഹിക്കണല്ലേ? അയ്യോ അച്ഛന് അടുത്തപ്പോഴേക്ക് മൂത്രം വെച്ചു. അയ്യോ എന്നെ അവസരമായി. ആന അവിടെ പേടിച്ചു നിന്റെ. ഓ എന്നടേ മിനിമം റേഞ്ച് വേണം അതിന്. ആട്ടണ തുമ്പിക്കാനുണ്ട്. ആന എന്തിനാ ആട്ടണതൊക്കെ? തുമ്പിക്കാനുള്ള ആട്ടറ. ഇത് പ്രതിഭയല്ല. എല്ലാത്തിൻ്റെയും പേടി മാറ്റിയിട്ടെന്ന് വിട്ടോളൂ. ആ അടുത്ത കപ്പിൾസ്. നിങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ. അതെ അല്ല ബർത്ത്ഡേ അല്ല കല്യാണത്തിന്റെ. എന്നാ പേടിയുള്ള ഒരു ദിവസം. അതെ കണ്ണൻ സ്ഥിരം ആളല്ലേ, പിന്നെന്തിനാ പേടിക്കണേ? ആ അങ്ങോട്ടേക്ക് വെക്ക. ബ്രഹ്മദത്തിന്റെ സ്വന്തം ആൾക്കാർ. സഞ്ജുവിന് ശരിയാ. സഞ്ജുവിന് എന്താടത്? ഫോട്ടോ വീഡിയോ എടുക്കാം. ഈ വീഡിയോ ആണേ. ഇനി ഒരാളെ പുറത്തു കയറ്റാനുള്ള പ്ലാനില്ല. ധൈര്യം
ധൈര്യം ഇപ്പം ചോർന്നു പോകുന്ന സംശയമുണ്ട്. സംശയമുണ്ട്. എന്തെങ്കിലും ഇട്ടിട്ട് പറയണല്ലോ ചേട്ടാ, അങ്ങനെയാണ് പെട്ടെന്ന് നിലത്തെത്തത്. അതാ അത്. വെറുപ്പിച്ചോണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നാണോ കയറണേ? അത് കയറ, അത് കയറിക്കോ. ആ അടി പൊളിച്ചു. ഇതിന്റെ ഗിയർ എവിടെയത്? ഇതിന്റെ ഗിയർ എവിടെയത്? അങ്ങനെ പറയല്ലേ, ഒന്ന് നടത്തിച്ച് പേടിപ്പിച്ചേക്കത്. കൈ നോക്ക്, കൈ വീശ്. അത് വേണ്ട. 2 കൈ ഉണ്ട്, 1 കൈ മതി. ആ അച്ചടാത് മോളി കരുത്, അച്ചടാത്. പേടിയൊന്നും ഇല്ല, അച്ചടാത്. ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട്? അതുപോലെ ഇറങ്ങണോ? ആ ഇത്രയും വരടേ ഉള്ളൂ. അടുത്ത ആള് അപ്പോ ആ കേട്ടെ. ആ സെറ്റ് സെറ്റ് അമ്മച്ചി എങ്ങനെയുണ്ട്? എനിക്ക് എക്സ്പ്രഷൻ ഇറങ്ങണമെന്നുണ്ട്. ഇട്ടോ സൂമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോടും. നിർത്തിയാലേ ഞാൻ കൈവിടാം. നിർത്താൻ നിൽക്കാൻ പറയും. എന്റെ സൗണ്ടിനൊക്കെ പതറിച്ച സൗണ്ടൊക്കെ പതറിട്ടോ. ആടി പട്ടി കുറച്ച് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ പിടിക്കണം. നല്ല പതുക്കെ അങ്ങനെ ഏറ്റവും ധൈര്യശാലി പാർവതി. പോട്ടെ പോട്ടെ, ഉണ്ടെന്നേ ബലമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പ്രേംചേട്ടൻ വന്ന് പൊക്കി കരിയോളും. ഉണ്ടോ? അത് കൈക്ക് ബലം ഇല്ലാത്തോണ്ടാണ് എന്റെ ടെൻഷൻ. ഓ ഇനി അങ്ങനെ പറഞ്ഞാലോ, കൈക്ക് ബലമില്ല പോലും. എവിടെ? ആ ഈ കയറ് പിടിക്കാൻ പറ്റുന്നില്ല. നല്ലോണം നിലത്തിറക്കും. അവക്ക് ടെൻഷനാവണ്ട. അയ്യോ എനിക്ക് ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യണം. അങ്ങോട്ടല്ല ഇങ്ങോട്ടേ തിരിയണ്ട. അല്ല എനിക്ക് പേടിയില്ലല്ലോ, എനിക്ക് കേറാനുള്ള ബലമില്ല. ഓ കെട്ടിടത്തിന്റെ കൊണ്ടുവന്ന് നോക്കണ ആൾക്കാരല്ലേ. അതെ 10 റോപ്പ്. ഇതല്ല ഇനി അഭ്യാസം കാണിച്ചു. മോളിൽ എത്തിക്കഴിഞ്ഞ അപ്പ അഭ്യാസം. അത് നല്ല മുരമൊരുപ്പുണ്ട്. എക്സ്പീരിയൻസ് ആട്ടോ, അതിന്റെ എക്സ്പീരിയൻസ്. ദേ, ചെവി വെച്ച് നമ്മളെ ആട്ടുന്നുണ്ട്. ഇനി ഇറങ്ങുമ്പോ വീണ്ടും ഇതേപോലെ തന്നെ ഇറങ്ങണം അല്ലേ? ആ കൊച്ചിനെ കയറ്റും. ഇപ്പുറത്തെ കാലം ഇപ്പുറത്തോട്ട്. കൊച്ചിനെ ഇവനെ കയറ്റുമോ? ഇവിടെ
ഇങ്ങനെ ഇറങ്ങിക്കോ. പക്ഷെ ആന ഇരുന്നില്ലല്ലോ. ഇരുന്നോ? മതിയാവാ. കിട്ടി കിട്ടി ജീവൻ കിട്ടി. തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി. അടുത്ത ഒരാൾ കയറുന്നുണ്ട്. ചുമ്മാ സിമ്പിൾ ആയിട്ട് അറിയാം. ഇനി അവനെ ആദ്യമായി അങ്ങനെ ആനപ്പുറത്ത് കയറ്റുകയാണ്. അടിപൊളി. ഒരു പേടിയില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റിലാക്കി ഞങ്ങൾ മാറ്റി കയറ്റി നിർത്തില്ലേ? അങ്ങനെ അവൻ പുറത്ത് കയറി ഇറങ്ങിക്കുന്നു. അടുത്തയാള്. ഓ ആന ക്ഷീണിക്കുന്നു. ചേട്ടൻ എങ്ങനെ ഇറങ്ങണേ? ചേട്ടനൊക്കെ ചേട്ടൻ ഇറങ്ങണ കയറിയതോ? കാണിച്ചു കൊടുക്ക്. ആന എനിക്കല്ലേ കേറ്റ നന്ദു. കയറെ പിടിച്ചോ, കയറെ പിടിച്ചോ. അങ്ങനെ ഗൗരി ഒരു നിലയിലെത്തി. ഗൗരി ഏറ്റവും ഇവളുടെ എക്സ്പ്രഷൻസ് ആണ് എന്തുവാടി ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇട്ട് ബസ്സിലണങ്ങുന്നില്ലേ? അത് അച്ഛൊക്കെ എടാ ഇവരെല്ലാം പുല്ല് പോലെ പറഞ്ഞു. ഇനി വല്ലതും ഞാൻ കയറി കഴിഞ്ഞാൽ നാണക്കേടാ. അത് ഞാനായിരിക്കും വീടാൻ പോറത് നിൽക്കുന്നത്. എനിക്കിട്ട് ഇതുപോലെ കയറാനും പറ്റില്ല. കയറാൻ പറ്റുമോ? എന്നാ ഹിറ്റാക്കാൻ പോയിട്ട് ആരുള്ളൂ. എല്ലാം സിമ്പിളാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും കയറ്റി വിട്ടു. പക്ഷെ ഇപ്പൊ നമുക്ക് കയറാൻ പേടിയാ. കൈ പേടിയാ. വീഡിയോ തരാം. ഓക്കെ, അപ്പൊ അച്ഛനെ ഇറക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കയറാൻ പോവാണ്. ഞാൻ ഒരു കൈ നോട്ടെ. ഞാൻ കയറണോ? ഞാൻ കയറണോ? അത് പോസിന്നുണ്ടോ? അതെ, അല്ലെങ്കിൽ സുഖമായിട്ട് കയറേ. അത് പക്ഷെ നല്ല രസമാ. മോളിലെത്തും. ഭയങ്കര സുഖം അല്ലേ? കുണ്ടിക്ക് നല്ല സുഖോ. നമ്മള് പറഞ്ഞ സാധനങ്ങളൊന്നും പറക്കല്ലെന്ന് ഓടിക്കാൻ പറ്റിയ പേടിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണോ? നിന്റെ ഇത് പറ, നീ എന്തൊക്കെ ചെയ്യും? ഞാൻ എല്ലാം ചെയ്യും. പറയണത് എല്ലാം ചെയ്തോളാം. അപ്പൊ ഇനി ഇവിടെ കേറാത്തവരായിട്ട് ആരാ ഉള്ളേ? ദർശനം ആരാ ഇനി കയറാനുള്ളേ? ദർശനം മാത്രമേ കയറാനുള്ളൂ. എടി ദർശനെ നീ മാത്രമേ ഇനി കയറാനുള്ളൂ. എന്നാ നീങ്ങനെ കയറിയേ. ഏറ്റവും പേടിയുള്ള അല്ലെ മോളിൽ കയറ്റാനുള്ള പാടുകൊണ്ടാണ് നീ കാണുന്നത്. Happy birthday to you. Happy birthday dear Darshan. Happy birthday to you. ഇത്ര വലിയ വെറൈറ്റി ബർത്ത്ഡേ സെലിബ്രേഷൻ സ്വപ്നങ്ങളിൽ മാത്രം.
സ്വപ്നക്കളി മാത്രം. പുറത്ത് വേണ്ട, അവളിനി ഇറങ്ങുമ്പോ നേരെ കേക്ക് കട്ടിങ്. അതെ കത്തി എടുത്തില്ല കത്തിയോടെ ദർശനെ എയറിലാക്കിക്കൊണ്ടാണ്. വീഡിയോ എടുത്തോ? എടുത്തില്ല. അല്ല മറ്റേ വീഡിയോ എടുക്കില്ല. ഈ വീഡിയോ എടുക്കണല്ലേ? അതോ ഇതിനാണ് നേരത്തെ ചവിട്ടിയത് വണ്ടി. ഇതിനാണോ? എന്നാടി ഒന്നും പറയാനില്ലേടി? ആനന്ദ കണ്ണീരാണോ? അയ്യോ ഒട്ടും പ്രതീക്ഷയില്ലേ? അങ്ങ് ആലപ്പുറത്തിരുന്ന് നിനക്ക് ബർത്ത്ഡേ ഇത് കിട്ടി, സർപ്രൈസ് കിട്ടി. ആർക്കും കിട്ടിയിട്ടില്ല എത്ര വലിയൊരു ഭാഗ്യം. അത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ആലപ്പുറത്ത് കയറിയപ്പോ. കൊറേ പാട് പെട്ടു അല്ലെ? എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊറേ സാധനങ്ങളുണ്ടല്ലോ. ചിറ്റ കൊറേ കണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. പറ്റില്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയാതെ നീ എത്ര പേടിച്ചിട്ടായാലും മോളിൽ കയറിയല്ലോ, അതിന് നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? അതെ, ചാട് പേടിച്ചിട്ട് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ, എയറിൽ നിന്ന് മറ്റേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറഞ്ഞ അവസ്ഥയായിരുന്നു. അന്ന് കരടോ എന്റെ പോലെ അറിയാം. എനിക്ക് ഒരുമാതിരി സർപ്രൈസ് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരൂല്ലോ. പിന്നെ അതിന്റെ കൂടാതെ ആദ്യമായിട്ട് ആനപ്പുറത്ത് പിന്നെ കരയാതിരിക്കുമല്ലേ? ആ ഒരു ധൈര്യം എടുക്കുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് തീരുമാനിച്ചത്? കാരണം നേരത്തെ വിളിക്കുന്നുണ്ട് എല്ലാം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാരും കേറിയപ്പോ കേറാനായിട്ട് ഇവള് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മള് ഇവിടെ ഒരു അടുത്തൊരു തോടുണ്ട്, അവിടെ ബ്രഹ്മത്തിനെ കൊണ്ടുപോയി ബ്രഹ്മത്തിനെ കൊണ്ടുപോയി കുളിപ്പിക്കണ അവിടെയാണ് കുളിപ്പിക്കണ. ആന കുളിപ്പിക്കല്ലായിരിക്കും, ചുമ്മാ കുളിക്കാൻ പോയതാണോന്ന് അറിയില്ല കേട്ടോ. നോക്കാം പോയിട്ട്. ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗേൾസ്. എന്തുവാ ഇത്? ഓഹോ, ഇവിടെ ഇങ്ങോട്ട് മാറ്റി നിർത്തി നിങ്ങൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിയതില്ലേ? കൊള്ളാം, നല്ല ബാക്ക്ഗ്രൗണ്ട്. നടക്കൂല. ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു ഗേൾസ്. ചേട്ടൻ്റെ വെറൈറ്റി പോസ് എടുക്കാൻ വേണ്ടി പാടോട്ട് വന്നുകൊണ്ടിരിക്കണം. നമുക്ക് മാറിക്കാം. എടാ എടുക്കണോ ഒരു ഫോട്ടോ പുള്ളിയുടെ വീട്ടില്ലേ? അപ്പം ഞാൻ എടുക്കേണ്ടി വരുമോ? ഓ, നല്ലൊരു തോടാട്ടോ അത്. ഇവിടെ എവിടെയാണ് ആനയെ കുളിപ്പിക്കാനൊക്കെ വന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. എന്താ, അവരെല്ലാവരും ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ അവസാനം ആനയെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു വീഡിയോ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് പുള്ളി. ഹാപ്പി ആയില്ലേ ചേട്ടാ? ഹാപ്പി ആയോ? ഏ അന്തിക്കുട്ടന് ഇപ്പം പേടിയൊക്കെ പോയി. ആനയുടെ കൂടെ തന്നെയാണ്. ആന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറില്ല. സഞ്ജുവും കൊച്ചും ഫ്രണ്ടിലോടി. സഞ്ജു, നിനക്ക് പുറത്ത് കയറാൻ പറ്റിയില്ലേ? അവനെ കയറാത്ത പേടിയോ? ദർശനമൊക്കെ അവരെ പേടിച്ച് വരച്ച് കയറി. നിനക്ക് സുഖമായിട്ട് കയറാം. എന്നടി വേണമെങ്കിൽ ഇനി അവസരമുണ്ട്, നോക്കാം. എന്തുവാണ് തവണ? മഴക്കാലത്ത് കണ്ടത്തിന് സൈഡ് സൗണ്ട് കേൾപ്പിച്ചേ. വൃത്തിയുള്ള കാലാവുമ്പോ അങ്ങനെയൊക്കെ പല വൃത്തിയുള്ള കാല. ഇപ്പുറത്ത് ഈ പേടി മാറ്റിട്ടല്ലോ. വലിയ ധൈര്യത്തില് ഇപ്പൊ ഓക്കെ അല്ലേ? അടിയുന്നോ? ഞങ്ങള് വായിച്ചമ്പല. എടി നീ എന്നോട് ഇനി വഴക്കൂടുവോ? പറ.
തരാനുള്ള 5000 രൂപ. തരാനുള്ള 5000 രൂപയുടെ ഇനി വഴക്കൂടുമ്പം എന്നെ വെറുതെ വിടും. വേണ്ട 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 എനിക്ക് അപ്പൊ അവൾക്കെന്നെ സംശയം. അപ്പൊ ഞാൻ തരില്ലത് ഉറപ്പായി. എന്താ ഇതെങ്ങനെയുണ്ട്? ഇത് വെറൈറ്റി സാധനല്ലേ? ഏറ്റവും ധൈര്യശാലി. ഇത്ര നേരം കയറാതിരുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? അതെ. എടി അമ്മ എന്ത് എടി നീ എന്റെ നാളെ കൊടുത്തോടി. ഇവന് വരെ പേടിയില്ല. ഇവൻ ചുമ്മാ പുല്ല് പോലെ കേട്ടോ അല്ലേ? വേണ്ട 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 വീഴും. ഇതിനെ തന്നെ ഇറക്കണിക്ക് എന്താ ചെയ്താലേ ചോട്ടിക്ക. അതെ അത് സത്യാണോ? മതി മതി. എനിക്ക് ഇറങ്ങണ്ടേ? One hour later. ഇതൊക്കെ വ്ളോഗ് ഇട്ടാലേ ഇതിന് മാത്രം വേറെ ബ്ലോഗാണ്. ഒരു എപ്പിസോഡ് ഇതിന് മാത്രം മതി. ഇത് വേർത്ത് ഒഴുകി ഒരു പരുവായാലേ. എന്തിനാ പിറന്നാളിന് കേക്ക് കൊടുത്തല്ലേ? ബ്രഹ്മത്തിനും ഒരു പീസ് കേക്ക് കൊടുത്തു. ഇവിടുന്ന് അപ്പം യാത്രയും പറഞ്ഞിറങ്ങുവാണ്. നീ ജസ്റ്റ് തറവാട്ടിലൂടെ കേട്ടോ. അവനവിടെ ഒളിച്ചിരിക്കുവാണോ? പോട്ടെ പറ്റേ. ശരി കാണാം. അപ്പൊ ശരി ഓക്കെ. ഇവിടെ ഇവിടെ മുകളിൽ കയറിയില്ല. നിനക്ക് അവിടെ നിന്ന് കയറത്തില്ല അല്ലേ? നിങ്ങൾ ഇവിടെ മാറി നിന്നുള്ള കളികളല്ലേ? അങ്ങനൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ? കിച്ചോ എങ്ങോട്ടാ കയറി പോണേ? മോളിൽ കയറി. ആ കയറി. ഇവളും കയറി. ഇവള് രണ്ടാമത്തെ പ്രാവശ്യം കയറണേ. എന്നിട്ടും പേടിച്ച് കരച്ചിലായത്. ആ ഇവള് കയറി. എല്ലാരും കയറി. ഇവൾക്ക് എത്ര കയറിയിട്ടൊന്ന് സെറ്റ് ആവണല്ലോ. അതന്നെ ഇവൾക്ക് കയറാൻ പേടിയില്ല. കയറി കഴിഞ്ഞിട്ടാ പേടി. കയറി കഴിയുമ്പോ ആന അനങ്ങൂലോ. ആ അതെ അതെ. നമുക്കൊക്കെ അങ്ങനെയാ കയറി കഴിഞ്ഞ്. ആ പക്ഷെ കയറി കഴിഞ്ഞ് ഇങ്ങനെ അനങ്ങുമ്പോ ഉണ്ടല്ലോ ഇതാവും. ഓ ആന ഇന്ന് നാളെ ബർത്ത്ഡേ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ആഘോഷം നടത്തി ഞങ്ങള്. ആനപ്പുറത്ത് ഇരുന്നപ്പോ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മള് കേക്ക് കെട്ടിയത്. ഇതാണ് ഹസ്ബൻഡ്. ചേട്ടനോ അനിയനാ? ഒരേ വീട്ടിലാ താമസിക്കുന്നതല്ലേ? എന്നാ ഉണ്ട്? എന്നാ പറയാനുള്ളത് നിനക്ക്? ചത്ത പോലെ കിടക്കാതൊക്കെ പറഞ്ഞ കസിൻസിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാളത് അവിടെ കിടന്ന് പക്ഷിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അത് 2 കോക്ടെയിൽ കിടക്കണ്ടേ. അതിൻ്റെ അത് എത്ര കോക്ടെയിലുണ്ടോ? 3 കോക്ടെയിലുണ്ടോ? അത് ഒച്ച എടുക്കുന്നു തോന്നുന്നല്ലേ? ഒച്ചപ്പിക്കും. ആ അതെ. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുവാണ്.
എല്ലാവരും ആനപ്പുറത്ത് കയറി ആനയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി പതുക്കെ ഇറങ്ങാൻ തുടങ്ങണം. അപ്പോൾ പോവാട്ടോ. ഉമ്മ കൊടുക്കാൻ പോയേക്കണോ? ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോഴേക്ക് ഓടി വന്നു. ഉമ്മ വന്നോ? ഉമ്മ കൊടുത്തോളാ. ആ ഇനി ഹാപ്പിയായി. പോവാം. ആനെ കണ്ടങ്ങ് മതി വരുന്നില്ലേ ചേട്ടാ? ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ആണോ? സുഖല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. സൂപ്പറാണ്. അതെ അതെ അത് തന്നെ. കേറാത്തൂരെ കയറി എന്നുള്ളതാണ്. ഓ നല്ല ഐശ്വര്യം. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു. ബ്രഹ്മദത്തന്റെ കൂടെ കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ വ്ളോഗ് ആശാന് മില്യൻസ് വ്യൂ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. 1000 കടന്നാ മതിയായിരുന്നു. അപ്പോൾ ടാറ്റ. ഇന്നത്തെ ഈ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.